ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ 23-ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പ്ലേലിസ്റ്റിന് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ ഇംഗ്ലീഷ് വേർഡ്സും അതിൻ്റെ മലയാളം മീനിങ്സും തരുന്നുണ്ട്. അതുമാത്രമല്ല റിയൽ ലൈഫ് യൂസേജസ്, അതായത് സെൻറ്റൻസ് യൂസേജസ് തരുന്നുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളൊരു പാഷനേറ്റ് ലേണർ ആണെങ്കിൽ, നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഈ വേർഡ്സും അതിൻ്റെ മീനിങ്സും സെൻറ്റൻസ് യൂസേജസും ഒരിക്കലും എല്ലാം ഓർത്തിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വേർഡും അതിൻ്റെ മീനിങ്സും മൾട്ടിപ്പിൾ സെൻറ്റൻസ് യൂസേജസും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അത്രയും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിൽ പലർക്കും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് വന്നേക്കാം. അതുപോലെ തന്നെ വരുന്ന വേറൊരു മേജർ പ്രോബ്ലമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് പോലും ചിലപ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് വേർഡ്സ് മനസ്സിൽ വരില്ല. അറിയാവുന്ന വേർഡ്സ് ആണ്, പക്ഷേ എഴുതുമ്പം കിട്ടും, റൈറ്റിങ്ങിൽ ഓക്കെയാണ്, പക്ഷേ സ്പീക്കിങ്ങിലേക്ക് വരുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് വരില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ചെറുപ്പത്തിലൊക്കെ വാക്കുകളോ അർത്ഥങ്ങളോ കാണാപ്പാഠം പഠിച്ചു, എക്സാം എഴുതി, ബട്ട് അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലല്ല അത് ചെയ്തേക്കുന്നത്. കാരണം സെൻറ്റൻസ് യൂസേജ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു വാക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വാക്ക് വെച്ച് 3-4 സെൻറ്റൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം യൂസ് ചെയ്യാൻ. സെൻറ്റൻസ് യൂസേജ് നിങ്ങൾ എന്ന് പഠിക്കുന്നോ, എന്ന് നിങ്ങൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് വേർഡും അതിൻ്റെ മീനിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നോ, നിങ്ങളുടെ വൊക്കാബുലറി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ റൈറ്റ് ടൈമിൽ വേർഡ്സ് കിട്ടുകയും ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. ഡിസീവ്. ഡിസീവ് ഒരു വെർബാണ്. DCIV, ഡിസീവ്. ഓക്കെ, ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക, കബളിപ്പിക്കുക. ഡിസീവ്, ചതിക്കുക, വഞ്ചിക്കുക, കബളിപ്പിക്കുക. ഒരാളെ ചതിക്കുക അല്ലെ വഞ്ചിക്കുക എന്ന വാക്കാണ് ഡിസീവ്. ഇതൊരു വെർബാണ്, ഒരു ആക്ഷൻ വെർബാണ്. ഓക്കെ, അതിൻ്റെ സിനോണിം, അതിൻ്റെ പര്യായമാണ് ചീറ്റ്. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ വേർഡായിരിക്കും, അറിയാവുന്ന വേർഡാണ് ചീറ്റ്. അപ്പോൾ ഇതൊരു പുതിയ വാക്കാണെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക, അർത്ഥം എഴുതുക. അതിൻ്റെ സിനോണിമാണ് ചീറ്റ്. ഈ വാക്കിന് പകരം ഈ വാക്ക് യൂസ് ചെയ്യാം. ഒരേ അർത്ഥമാണ് വരുന്നത്, സിനോണിമാണ്, പര്യായമാണ്. അപ്പോൾ നമുക്ക് ഡിസീവിൻ്റെ മൾട്ടിപ്പിൾ വേർബ് ഫോംസ് നോക്കാം. പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഡിസീവ്, ചതിക്കുക. ഡിസീവ്ഡ്, ചതിച്ചു. ഡിസീവ്ഡ് തേർഡ് ഫോമും ഇത് സെയിം ഇതാണ് വരുന്നത്. ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത അർത്ഥം നോക്കാം. കബളിപ്പിക്കുക. കബളിപ്പിക്കുക, കബളിപ്പിക്കുക, കബളിപ്പിച്ചു, കബളിപ്പിച്ചിട്ടുണ്ട്. ചതിക്കുക അല്ലെ വഞ്ചിക്കുക, ചതിച്ചു അല്ലെ വഞ്ചിച്ചു. തേർഡ് വൺ എന്താ വരുന്നത്? ഡിസീവ്ഡ്, ചതിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നൗൺസ് വരുന്നത് വെച്ചാൽ ഡിസീറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം വരുന്നത് ഡിസെപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസീറ്റ് എന്ന വാക്കിനർത്ഥം? ചതി അല്ലെങ്കിൽ വഞ്ചന എന്ന അർത്ഥമാണ് വരുന്നത്. ഡിസീറ്റ്, ചതി അല്ലെ വഞ്ചന. അപ്പോൾ ഡിസീവ് എന്ന് പറഞ്ഞാൽ ചതിക്കുക അല്ലെ വഞ്ചിക്കുക അല്ലെ കബളിപ്പിക്കുക. ഓക്കെ, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചതി അല്ലെങ്കിൽ വഞ്ചന. ആ ഒരു അർത്ഥമാണ് ഇതിന് വരുന്നത്. ഇതൊരു നൗണാണ്. അടുത്ത നൗൺ ശ്രദ്ധിക്കുക. ഇത് ഡിസീറ്റ്, ചതി അല്ല വഞ്ചന. ഡിസെപ്ഷൻ. ഡിസെപ്ഷൻ, DCPTION, ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടൽ. വഞ്ചിക്കുന്ന എന്തെങ്കിലും അല്ലെ ചതിക്കുന്ന എന്തെങ്കിലും, വഞ്ചിക്കപ്പെടൽ, ചതിക്കപ്പെടൽ എന്ന അർത്ഥമാണ് വരുന്നത് ഡിസെപ്ഷൻ. ഇനി നമുക്ക് എൻ്റെ ആഡ്ജക്റ്റീവ്സ് നോക്കാം. ആഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങളാണ്. വിശേഷണങ്ങൾ ഡിസീറ്റ്ഫുൾ ആൻഡ് ഡിസെപ്റ്റീവ്. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഡിസീറ്റ്ഫുൾ, DCITFUL, ഡിസീറ്റ്ഫുൾ ആൻഡ് ഡിസെപ്റ്റീവ്. ഇത് രണ്ടും ആഡ്ജക്റ്റീവ്സ് ആണ്, വിശേഷണങ്ങളാണ്. അതിൻ്റെ അർത്ഥങ്ങൾ എന്താ നമുക്ക് നോക്കാം. ഡിസീറ്റ്ഫുൾ എന്ന വാക്കിനർത്ഥം കപടമായ അല്ലെങ്കിൽ വഞ്ചനയുള്ള. കപടമായ അല്ല വഞ്ചനയുള്ള എന്ന അർത്ഥമാണ് ഏതിന് വരുന്നത്? ഡിസീറ്റ്ഫുൾ എന്ന ആഡ്ജക്റ്റീവിന് വരുന്നത്. അപ്പോൾ ഡിസെപ്റ്റീവ് എന്ന ആഡ്ജക്റ്റീവിന്റെ അർത്ഥം എന്താ നമുക്ക് നോക്കാം. ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഡിസെപ്റ്റീവ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന എന്തെങ്കിലും അല്ല നമ്മളെ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും, വഞ്ചിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും എന്ന അർത്ഥമാണ് ഡിസെപ്റ്റീവ്. വഞ്ചിക്കുന്ന എന്തെങ്കിലും, ചതിക്കുന്ന എന്തെങ്കിലും അല്ലെ നമ്മുടെ മനസ്സിനെ ഒക്കെ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും, അതാണ് ഡിസെപ്റ്റീവ്. അപ്പോൾ കുറേ വാക്കുകൾ പഠിച്ചു, ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് മിനിമം ചീറ്റ് അല്ലെങ്കിൽ ഡിസീവ് എന്നത് സെയിം അർത്ഥമാണ് സെയിം. ഈ രണ്ട് വാക്കുകൾക്ക് ഒരേ അർത്ഥമാണ്. ചതിക്കുക, വഞ്ചിക്കുക, കബളിപ്പിക്കുക. ഇതാണ് കൂടുതൽ ആവശ്യം വരിക. ഡിസീവ്, ചതിക്കുക അല്ലെ വഞ്ചിക്കുക, കബളിപ്പിക്കുക. ഡിസീവ്ഡ്, ചതിച്ചു, വഞ്ചിച്ചു, കബളിപ്പിച്ചു. ഡിസീവ്ഡ് തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ, തേർഡ് ഫോം ഓഫ് വേർബ് വരുമ്പോൾ എന്താ വരുന്നത്? ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, കബളിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തെങ്കിലും വെക്കുക, അർത്ഥങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇതെങ്കിലും മിനിമം പഠിക്കുക. ഇനി നമുക്ക് ഈ വാക്ക് വെച്ചുള്ള സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ. The company deceived its employees by offering a fake promise of salary hike. The company deceived its employees by offering a fake promise of salary hike. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എംപ്ലോയീസിന്
പൈസ ശമ്പളം കൂട്ടിക്കൊടുക്കും, സാലറി കൂട്ടിക്കൊടുക്കും എന്നൊരു പ്രോമിസ് ചെയ്തു അവർ. പക്ഷെ അത് ഒരു കള്ളത്തരമായിരുന്നു, അത് ഫേക്ക് പ്രോമിസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിനെ തൽക്കാലം ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി എന്താ കമ്പനി ചെയ്തത്? ദ കമ്പനി gave a fake promise. The company deceived its employees. കമ്പനി എംപ്ലോയീസിനെ ചതിച്ചു, അല്ലെ വഞ്ചിച്ചു, അല്ലെ കബളിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ട്? സാലറി കൂട്ടുമെന്ന് പറഞ്ഞ് കൂട്ടാമെന്ന് പ്രോമിസ് കൊടുത്തു, അങ്ങനെ പറഞ്ഞ് വഞ്ചിച്ചു, കൂട്ടിയില്ല. ഓക്കെ, സെക്കൻഡ് വൺ, the company deceived its customers by selling refurbished laptops as new ones. The company deceived its customers by selling refurbished laptops as new ones. അതായത് ഒരു പഴയ ലാപ്ടോപ്സ് ഒക്കെ പുതിയ രീതിയിലാക്കി, പഴയ ലാപ്ടോപ്സ് ഒന്ന് പുതുക്കിയിട്ട് പുതിയ രൂപത്തിലാക്കിയിട്ട് അത് പുതിയ ലാപ്ടോപ്പ് ആണെന്നുള്ള രീതിയിൽ വിറ്റ് കമ്പനി കസ്റ്റമേഴ്സിനെ കബളിപ്പിച്ചു. ദ കമ്പനി ഡിസീവ്ഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ബൈ selling refurbished laptops as new ones. Next one, some people deceive others and get away with it so often. Some people deceive others and get away with it so often. ഓക്കെ, ചില ആൾക്കാർ മറ്റുള്ളവരെ ചതിക്കാറുണ്ട്, അല്ലെ കബളിപ്പിക്കാറുണ്ട്, പറ്റിക്കാറുണ്ട്, ഓക്കെ, വഞ്ചിക്കാറുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് മിക്കപ്പോഴും. നെക്സ്റ്റ് വൺ, യു കാൺട്ട് ഡിസീവ് എനിവൺ ഓൾ ദ ടൈം. യു കാൺട്ട് ഡിസീവ് എനിവൺ ഓൾ ദ ടൈം. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ ഒരാളെ ചതിക്കാൻ പറ്റിയേക്കാം, പക്ഷെ നിങ്ങൾക്ക് ആരെയും എല്ലായ്പ്പോഴും ചതിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരെയും എല്ലായ്പ്പോഴും കബളിപ്പിക്കാൻ പറ്റില്ല, അല്ലെ ചതിക്കാൻ പറ്റില്ല, വഞ്ചിക്കാൻ പറ്റില്ല. യു കാൺട്ട് ഡിസീവ് എനിവൺ ഓൾ ദ ടൈം. Next one, I know who and what you are, so don't even think about deceiving me. I know who and what you are, so don't even think about deceiving me. നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം. എന്നെ കബളിപ്പിക്കുന്നതിനെ പറ്റി, എന്നെ ചതിക്കുന്നതിനെ പറ്റി, എന്നെ വഞ്ചിക്കുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യണ്ട. Next one, his business partner had been deceiving him for years. His business partner had been deceiving him for years. അവൻ്റെ ബിസിനസ് പാർട്ണർ വർഷങ്ങളോളമായി അവനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് രണ്ടുപേരും ചെയ്ത് ബിസിനസ് ചെയ്യുകയാണ്, പക്ഷേ അതിൽ മറ്റേയാൾ കൂടുതൽ ലാഭം എടുത്തിട്ടോ മറ്റു രീതിയിലോ മറ്റേ പാർട്ട്ണറിനെ കൂടെയുള്ള ആ പാർട്ട്ണറിനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളോളം. നെക്സ്റ്റ് വൺ, ശ്രദ്ധിക്കുക. അടുത്ത സെൻറ്റൻസ് യൂസേജിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ ഇന്നത്തെ ട്രെയിനിങ് സെഷനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന വേർഡ്സ്, അതിൻ്റെ മീനിങ്സ്, അല്ലെ സെൻറ്റൻസ് യൂസേജസ് വെച്ച് ഒന്നോ രണ്ടോ സെൻറ്റൻസോ മീനിങ്സോ ഒക്കെ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, കമൻസിൽ എഴുതുകയാണെങ്കിൽ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അത് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. അതുപോലെ ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെയും ഈ ചാനലിനെയും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതേപോലെ ട്രെയിനിങ് സെഷൻസ് മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യാം. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ കോഴ്സസിൻ്റെ രീതി ലൈവ് പ്രോഗ്രാം അല്ല ഇപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയുള്ള റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. വോയിസ് ചാറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ടെലിഫോണിക് സപ്പോർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. 900 rupees സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽഫ് സ്റ്റഡി പ്രോഗ്രാം, ഒരു ഡിജിറ്റൽ കോഴ്സാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. ഒരാളോട് ചോദ്യം ചോദിക്കാനും ഒരാളോട് ഉത്തരം പറയാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും ഉണ്ട്. കോഴ്സിൽ 10 എക്സാംസ് ഉണ്ട്, അതിൻ്റെ ആൻസർ കീസ് ഉണ്ട്. ഞാനൊരു ബുക്കിൻ്റെ ഓഥറാണ്. അതിൻ്റെ PDF ഫോർമാറ്റ് അതിൽ കിട്ടുന്നതാണ്. 900 rupees അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് പ്രോ ലെവൽ കോഴ്സ് ലെവൽ 1 ആണ്. അത് ഈ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്, 10 എക്സാംസ്, അത് കൂടാതെ ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ചാറ്റ് സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് സപ്പോർട്ട് വഴി അത് വോയിസ് ചാറ്റ് വഴി അത് ക്ലിയർ ചെയ്യാം. കോഴ്സിനിടയ്ക്ക് 10 എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. പ്രോ ലെവൽ കോഴ്സ് ലെവൽ 2ൽ ഈ പറഞ്ഞ വോയിസ് ചാറ്റ് സപ്പോർട്ട് കൂടാതെ നിങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സെഷൻസ് ലൈവ് ടെലിഫോണിക് സപ്പോർട്ടും റിക്വസ്റ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെമോ ക്ലാസ് റിക്വസ്റ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ പോർഷൻ. ഹി ഡിസീവ്ഡ് ഹെയർ ഇൻ ടു ടേക്കിംഗ് എ പേഴ്സണൽ ലോൺ വിത്ത് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. He deceived her into taking a personal loan with a high rate of interest. അയാൾ അവളെ പറ്റിച്ചെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കബളിപ്പിച്ചെന്നാണ്, ചതിച്ചെന്നാണ് പറയുന്നത്. കാരണം ഒരു വളരെ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സണൽ ലോൺ അവളെ കൊണ്ട് അയാൾ പറഞ്ഞ് എടുപ്പിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വൺ, he tried to deceive everyone with his friendly manners. He tried to deceive everyone with his friendly manners. അയാൾ വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ ഫ്രണ്ട്ലി മാനറിലാണ് എല്ലാവരോടും വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നത്, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അയാളുടെ ഫ്രണ്ട്ലി മാനേഴ്സ്, അയാളുടെ സൗഹൃദപരമായ പെരുമാറ്റം കൊണ്ട് അയാൾ എല്ലാവരെയും ചതിക്കാൻ, അല്ലെ കബളിപ്പിക്കാൻ, വഞ്ചിക്കാൻ ശ്രമിച്ചു.
He tried to deceive everyone with his friendly manners. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് സെൻറ്റൻസ് യൂസേജ് എഴുതിയിട്ട് മുന്നോട്ട് പോകാം. Next one. I think it's the ploy to deceive the customers. I think it is the ploy to deceive the customers. അത് അവരുടെ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യാനുള്ള അല്ല പറ്റിക്കാനുള്ള അവരുടെ ഗൂഢമായ തന്ത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത വാക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്കാണ് ക്രിറ്റിസൈസ്. വായിക്കുക, ക്രിറ്റിസൈസ്. ശ്രദ്ധിക്കുക, ക്രിറ്റിസൈസ് വിമർശിക്കുക. CRITICIZE. വിമർശിക്കുക. ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പം അതിനെ വിമർശിക്കുക, അല്ലെ എന്തെങ്കിലും കാര്യത്തിനെ വിമർശിക്കുക എന്ന അർത്ഥമാണ് മലയാളത്തിൽ വരുന്നത് ക്രിറ്റിസൈസ്. ശ്രദ്ധിക്കുക, ഇത് ഒരു വെർബാണ്, പാസ്റ്റ് ഫോമാണ് ക്രിറ്റിസൈസ്ഡ്. ഓക്കെ, അതുപോലെ റിലേറ്റഡ് വേർഡ്സ് ആണ് ക്രിറ്റിസിസം വിമർശനം, ക്രിറ്റിക് വിമർശകൻ, ക്രിറ്റിസിസം വിമർശനം, ക്രിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വിമർശിക്കുന്ന ആൾ അല്ലെങ്കിൽ വിമർശകൻ. ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്രിറ്റിസൈസ് വിമർശിക്കുക വെർബാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ദ ഓപ്പോസിഷൻ പാർട്ടി ക്രിറ്റിസൈസ് ദ ഗവൺമെൻറ് ഇനബിലിറ്റി ടു ഡീൽ വിത്ത് ദ ഫ്ലഡിംഗ് സിറ്റുവേഷൻ. The opposition party criticized the government's inability to deal with the flooding situation. ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ട്, ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടി, ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഇന്നബിലിറ്റി, ഗവൺമെന്റിന് സാധിച്ചില്ല, അതിനെ ഓപ്പോസിഷൻ പാർട്ടി വിമർശിച്ചു. നെക്സ്റ്റ് വൺ, the novel was criticized for its sensitive content. The novel was criticized for its sensitive content. ഒരു നോവൽ പബ്ലിഷ് ചെയ്തു, അതിറങ്ങി, അപ്പോൾ അതിനെ ഒരുപാട് പേര് വിമർശിച്ചു, കാരണം അതിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. നോവലിലെ കണ്ടന്റ് സെൻസിറ്റീവ് ആയിരുന്നു. ദ നോവൽ വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ഇറ്റ്സ് സെൻസിറ്റീവ് കണ്ടന്റ്. നെക്സ്റ്റ് വൺ, ഹി ഈസ് ഓഫൺ ക്രിറ്റിസൈസ്ഡ് ഫോർ ഹിസ് റൂഡ് ആറ്റിറ്റ്യൂഡ്. ഹി ഈസ് ഓഫൺ ക്രിറ്റിസൈസ്ഡ് ഫോർ ഹിസ് റൂഡ് ആറ്റിറ്റ്യൂഡ്. അവൻ്റെ റൂഡ് ആറ്റിറ്റ്യൂഡിനെ മിക്കപ്പോഴും ആൾക്കാർ വിമർശിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ദ സ്കൂൾ അതോറിറ്റീസ് ആർ ഓഫൺ ക്രിറ്റിസൈസ്ഡ് ഫോർ നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. The school authorities are often criticized for not giving importance to extracurricular activities. ഇപ്പോൾ ഒരു സ്കൂളുണ്ട്, വളരെ അക്കാഡമിക്കായിട്ട് വളരെ നല്ല പെർഫോമൻസ് ആണ് അവിടെ ഉള്ളത്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, നല്ല റിസൾട്ട്സും ഉണ്ട്. പക്ഷേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും, പഠനം അല്ലാത്ത മറ്റ് ആക്ടിവിറ്റീസിനൊന്നും അവർ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് അവർ ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട്. The school authorities are often criticized for not giving importance to extracurricular activities. Next one, the opposition party criticizes the government even when there isn't any reason to do so. അതായത് ഓപ്പോസിഷൻ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി ഗവൺമെന്റിനെ സ്ഥിരമായിട്ട് വിമർശിക്കുന്നുണ്ട്, പ്രത്യേക കാരണങ്ങളില്ലെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി വിമർശിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഇൻ സം കൺട്രീസ് ദ ജേർണലിസ്റ്റ് ഹു ക്രിറ്റിസൈസ് ദ ഗവൺമെന്റ് ആർ ഹെവിലി ഫൈൻഡ്. ഇൻ സം കൺട്രീസ് ദ ജേർണലിസ്റ്റ് ഹു ക്രിറ്റിസൈസ് ദ ഗവൺമെന്റ് ആർ ഹെവിലി ഫൈൻഡ്. അതായത് ചില രാജ്യങ്ങളിലൊന്നും ഫ്രീഡം കുറവുള്ള രാജ്യങ്ങളുണ്ട്, നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഫ്രീഡം ഒന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, ജേർണലിസ്റ്റ് അല്ല ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ അവർ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ, ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണെങ്കിൽ അവർക്ക് ഹെവി ആയിട്ടുള്ള ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുണ്ട്, ഹെവി ആയിട്ടുള്ള ഫൈൻ ഇടുന്നുണ്ട് അവർ. അതായത് ഒരുപാട് പൈസ അവർക്ക് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, there was massive criticism against the newly elected government's policies. There was massive criticism against the newly elected government's policies. പുതിയതായിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ പോളിസികൾക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളുണ്ട്. ആൾക്കാരെല്ലാം വിമർശിക്കുന്നുണ്ട്, പുതുതായിട്ട് ഇലക്ട് ചെയ്തതാണ്, പക്ഷേ അവരുടെ പോളിസീസ് ഇലക്ട് ചെയ്ത് കഴിഞ്ഞ് അവർ ഭരണം തുടങ്ങി, അവർ റൂളിംഗ് തുടങ്ങി, അപ്പോൾ അവർ ചെയ്യുന്ന പോളിസീസിൻ്റെ ഒക്കെ വ്യാപകമായ മാസീവ് ക്രിറ്റിസിസം, വ്യാപകമായ വലിയ തോതിലുള്ള വിമർശനം, ലാർജ് ക്രിറ്റിസിസം ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഹി വാസ് സ്ട്രോങ്ലി ക്രിറ്റിസൈസ്ഡ് ഫോർ ഹിസ് സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റുകൾ ഇട്ടു, അതിനെ ആൾക്കാർ ശക്തമായി അതിനെ വിമർശിച്ചു. നെക്സ്റ്റ് വൺ, ക്രിറ്റിസൈസിങ് അതേഴ്സ് ഈസ് എ ഹോബി ഫോർ സം പീപ്പിൾ. ക്രിറ്റിസൈസിങ് അതേഴ്സ് ഈസ് എ ഹോബി ഫോർ സം പീപ്പിൾ. ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ വെറുതെ വിമർശിക്കുന്നത് അവർക്കൊരു ഹോബിയാണ്, അവർക്കൊരു ലിഷർ ടൈം ആക്ടിവിറ്റിയാണ്, അവർക്കതൊരു രസമാണ്. മറ്റുള്ളവരെ വെറുതെ വിമർശിക്കുന്ന ചിലർക്ക് രസമാണ്. ക്രിറ്റിസൈസിങ് അതേഴ്സ് ഈസ് എ ഹോബി ഫോർ സം പീപ്പിൾ. നമുക്ക് പഠിക്കാനുള്ള അടുത്ത വാക്കാണ് ബെയർ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, BEAR. ബെയർ. ബെയർ ബെയർ എന്ന് പറഞ്ഞാൽ എന്താ? ബെയർ എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കുക അല്ലെങ്കിൽ താങ്ങുക, കായ്ക്കുക. ഇപ്പം ഫ്രൂട്ട്സ് ഒക്കെ കായ്ക്കുക, ഫലങ്ങൾ കായ്ക്കുക, ഫ്രൂട്ട്സ് കായ്ക്കുക, ചെടികൾ മരങ്ങളിലൊക്കെ അതിന് ബെയർ ഫ്രൂട്ട്സ് എന്ന് പറയും. ഓക്കെ, സോ ബെയർ സഹിക്കുക, എന്തെങ്കിലും കാര്യം നമ്മൾ സഹിക്കുക, എന്തെങ്കിലും താങ്ങുക എന്നർത്ഥം വരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കായ്ക്കുന്നതിനെ നമുക്ക് ബെയർ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വെർബാണ്. അപ്പം അതിൻ്റെ 3 വെർബ് ഫോംസ് നിങ്ങൾ ശ്രദ്ധിക്കുക: ബെയർ,
സഹിക്കുക അല്ലെങ്കിൽ താങ്ങുക എന്നർത്ഥം വരുന്നുണ്ട്. കായ്ക്കുക എന്നർത്ഥം വരുന്നുണ്ട്. ബോർ സഹിച്ചു, ഞാനത് താങ്ങി. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ചെടികളിൽ മരങ്ങളിൽ കായ്ച്ചു. ബോർ. ബോൺ എന്ന് പറഞ്ഞാൽ എന്താ? സഹിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ സഹിച്ചിട്ടുണ്ട്, താങ്ങിയിട്ടുണ്ട്, അല്ലെ ഫ്രൂട്ട്സ് ഒക്കെ കായ്ച്ചിട്ടുണ്ട് എന്നർത്ഥമാണ് വരുന്നത്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ തേർഡ് ഫോം ഓഫ് വേർബാണ് അത് വരുന്നത്. ഇനി നമുക്ക് റിലേറ്റഡ് വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എൻജുറൻസ്, എൻജുറൻസ്. സെക്കൻഡ് വൺ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ അല്ലെങ്കിൽ സഹിഷ്ണുത എന്നാണ് അർത്ഥം വരുന്നത്. എൻജുറൻസ്, ടോളറൻസ്, ക്ഷമ അല്ലെ സഹിഷ്ണുത. അപ്പോൾ നമുക്ക് ഈ വാക്കുകളിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഈ വാക്ക് വെച്ച്, ബെയർ എന്ന വാക്ക് വെച്ചുള്ള സെന്റൻസ് യൂസേജസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, സെന്റൻസ് യൂസേജസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്. ഇതിന് ബെയർ എന്ന വാക്കിന് നമുക്ക് സിനോണിംസ് ഉണ്ട്, പര്യായങ്ങളുണ്ട്. ഓക്കെ, ഈ വാക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ, ടോളറേറ്റ്. ബെയർ സഹിക്കുക, താങ്ങുക, അതേ അർത്ഥമാണ് വരുന്നത് സഹിക്കുക. ടോളറേറ്റ്, എൻജുവർ, എൻജുവർ, അതേ അർത്ഥം വരുന്ന പര്യായങ്ങളാണ് ടോളറേറ്റ് ആൻഡ് എൻജുവർ. ഇനി നമുക്ക് സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, he started crying as he couldn't bear the pain. He started crying as he couldn't bear the pain. അവന് വേദന സഹിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട്, സാധിക്കാഞ്ഞതുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. He started crying as he couldn't bear the pain. മേ ബി എന്തെങ്കിലും ഒരു മുറിവ് കെട്ടുക അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടുക, അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക, ആ സമയത്ത് ഒരു കുട്ടിക്കോ ഒക്കെ ഭയങ്കര വേദന തോന്നി, അവനത് സഹിക്കാൻ പറ്റിയില്ല, അവനത് താങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. He started crying as he couldn't bear the pain. Next one, I can't bear this hot weather. I can't bear this hot weather. I can't tolerate this hot weather. ഈ ചൂടുള്ള കാലാവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന അർത്ഥമാണ് വരുന്നത്. I can't bear this hot weather. നമുക്ക് വേണമെങ്കിൽ അതിന് പകരം ബെയറിന് പകരം ടോളറേറ്റ് എന്ന വാക്ക് കൂടി യൂസ് ചെയ്യാം. I can't tolerate this hot weather. Next one, how can she bear so much pain? How can she bear so much pain? അവൾക്ക് എങ്ങനെയാണ് ഇത്രയും വേദന സഹിക്കാൻ കഴിയുന്നത്? അവൾക്ക് എങ്ങനെയാണ് ഇത്രയും വേദന സഹിക്കാൻ കഴിയുന്നത്? How can she bear so much pain? Next one, I can't bear you singing melodies. I can't bear you singing melodies എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പാട്ട് പാടുന്നുണ്ട്, അല്ല മെലഡി സോങ്സ് പാടുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാൻ ഒട്ടും രസമില്ല, ചിലപ്പോൾ വളരെ ബോറിംഗ് ആണ്. അപ്പോൾ ഞാൻ പറയാണ് ഐ കാൺ ബെയർ യു സിംഗ് മെലഡീസ്. നീ പാട്ടുകൾ പാടുന്നത്, നീ മെലഡി സോങ്സ് പാടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതായത് വളരെ ബോറിംഗ് ആണെന്ന് അർത്ഥം. അപ്പം എങ്ങനെ പറയാം നമുക്ക്? ഐ കാൺ ബെയർ യു സിംഗിങ് മെലഡീസ്. നെക്സ്റ്റ് വൺ, നോ വൺ ക്യാൻ ബെയർ ഹിസ് റൂഡ് ബിഹേവിയർ. അതാർക്കും അവൻ്റെ റൂഡായിട്ടുള്ള പെരുമാറ്റം സഹിക്കാൻ പറ്റില്ല. ഹിസ് ഷോൾഡേഴ്സ് കുഡിന്റ് ബെയർ the weight of the heavy bag. His shoulders couldn't bear the weight of the heavy bag. അതായത് അവൻ്റെ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ട്, അത് വളരെ ഹെവിയാണ്, വളരെ കനമുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ്റെ തോളുകൾക്ക് ആ ഒരു കനമുള്ള ബാഗിനെ താങ്ങാൻ സാധിച്ചില്ല. ഹിസ് ഷോൾഡേഴ്സ് couldn't bear the weight of the heavy bag. അതായത് ആ ബാഗിൻ്റെ വെയിറ്റ് ഷോൾഡേഴ്സിന് താങ്ങാൻ സാധിച്ചില്ല. നെക്സ്റ്റ് വൺ, you need to learn to bear with criticism to succeed in life. You need to learn to bear with criticism to succeed in life. ജീവിതത്തിൽ വിജയിക്കാൻ വിമർശനങ്ങളെ സഹിക്കാൻ നിങ്ങൾ പഠിക്കണം. He couldn't bear the cold climate in London. He couldn't bear the cold climate in London. ലണ്ടനിൽ വളരെ കോൾഡ് ക്ലൈമറ്റ് ആണ്. അവന് ആ തണുപ്പ് സഹിക്കാൻ പറ്റിയില്ല, സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. He couldn't bear the cold climate in London. Next one, the company will bear the cost of transportation of its employees to Delhi. The company will bear the cost of transportation of its employees to Delhi. അതായത് എംപ്ലോയീസ്, ഒരു കമ്പനി എംപ്ലോയീസിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കമ്പനിയാണ് വഹിക്കുന്നത്. കമ്പനി ഇവിടെ കോസ്റ്റ് വഹിക്കുക എന്ന അർത്ഥങ്ങൾ വരുന്നുണ്ട്. അതായത് അതിൻ്റെ ചെലവുകളൊക്കെ വഹിക്കുന്നത്, അതിൻ്റെ ചെലവുകളൊക്കെ വഹിക്കുന്നത് കമ്പനിയാണ്. എംപ്ലോയീസിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കമ്പനിയാണ് വഹിക്കുന്നത്. നെക്സ്റ്റ് വൺ, I can't bear to see her sadness. I can't bear to see her sadness. അവളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 3 വാക്കുകൾ പഠിച്ചു, അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യുക.
അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഇതേപോലുള്ള ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യാം. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് മെൻഷൻ ചെയ്യാം. ഞാൻ ഫ്രീ ആവുന്ന സമയം നോക്കി കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.